everyone, welcome back to our channel. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ചാപ്റ്റർ 4 ആണ്, റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് 2. നമ്മൾ ഓൾറെഡി ചാപ്റ്റർ 3 പറഞ്ഞു ജേർണൽ എൻട്രീസിനെ കുറിച്ചിട്ടായിരുന്നു. ഇപ്പൊ അതിന്റെ സബ്സീക്വന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. ഇതിൽ നമുക്ക് പറയാനുള്ളത് സ്പെഷ്യൽ ജേർണൽസിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ക്യാഷ് ബുക്ക്, ഡേ ബുക്ക്, അങ്ങനെ ഒരുപാട് സ്പെഷ്യൽ ജേർണൽസ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്യാഷ് ബുക്ക് നോക്കിയാലോ. ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 ടൈപ്പ് ക്യാഷ് ബുക്ക് ആണ് പഠിക്കാനുള്ളത്. പെറ്റി ക്യാഷ് ബുക്ക്, സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ആൻഡ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഏരിയ ആണ് പെറ്റി ക്യാഷ് ബുക്ക്. അപ്പൊ അത് നമുക്ക് എന്താ നോക്കാം. ഈ ഒരു പെറ്റി ക്യാഷിന്റെ പോർഷനിൽ നിന്ന് നമുക്ക് കുറച്ച് തിയറിയും അതുപോലെ തന്നെ അതിന്റെ ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഫസ്റ്റ് തിയറി നോക്കാം. അതെന്താണ് പെറ്റി ക്യാഷ് ബുക്ക് നോക്കാം. ദ ബുക്ക് മെയിൻറ്റെയിൻഡ് ബൈ ദ പെറ്റി കാഷ്യർ to record small payments of repetitive nature are made by him during a particular period is called cash book. അപ്പോൾ ഈ ഒരു സെന്റൻസിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട വേർഡ്സ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻഡ് ബൈ പെറ്റി കാഷ്യർ ആണ്. ഇപ്പൊ പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാ? പെറ്റി കാഷ്യർ ആണ്. സിമ്പിൾ അല്ലേ? അപ്പൊ ഈ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യുക. അതിനുശേഷം എന്തിനാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്? ടു റെക്കോർഡ് സ്മോൾ പേയ്മെന്റ്സ്, അതായത് കമ്പനിയിൽ വരുന്ന ചെറിയ ചെറിയ പേയ്മെന്റ്സ് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. അത് മാത്രമല്ല, റെപ്പറ്റേറ്റീവ് നേച്ചർ, അതായത് റെക്കറിംഗ് ആയിട്ട് വരുന്ന ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ ഇതിൽ റെക്കോർഡ് ചെയ്യുന്നത്. റെക്കറിംഗ് നേച്ചറിൽ വരുന്ന ചെറിയ ചെറിയ പേയ്മെന്റ്സ് റെക്കോർഡ് ചെയ്യാനുള്ള ക്യാഷ് ബുക്ക് ആണ് എന്ത്? പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് അതിന്റെ മീനിങ്. ഇറ്റ് ഈസ് യൂഷ്വലി മെയിൻറ്റെയിൻഡ് അണ്ടർ ഇംപ്രസ്ഡ് സിസ്റ്റം. അതായത് ഈ ഒരു പെറ്റി ക്യാഷ് എന്ന് മാത്രമല്ല, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം നമുക്ക് ഇംപ്രസ്ഡ് സിസ്റ്റം എന്താണ്, അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇംപ്രസ്ഡ് സിസ്റ്റത്തിലാണ്. ഈ ഒരു വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പെറ്റി കാഷ്യർ ഗിവൺ എ ഡെഫിനിറ്റ് സം ഓഫ് മണി അറ്റ് ബിഗിനിങ് ഓഫ് എ പീരീഡ്. അതായത് ഫസ്റ്റ് നമുക്ക് ഇനീഷ്യൽ ആയിട്ട് ഒരു എമൗണ്ട് ഉണ്ടായിരിക്കും. അതിൽ നിന്നാണ് ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ ഇംപ്രസ്ഡ് എമൗണ്ട് എന്ന് പറയുന്നത്. അത് നോട്ട് ചെയ്യണം. പിന്നെ കാഷ്യർ ഗോസ് ഓൺ മേക്കിംഗ് പേയ്മെന്റ്സ് ഔട്ട് ഓഫ് ദിസ് എമൗണ്ട്. അതായത് സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ഒരു ഇംപ്രസ്ഡ് എമൗണ്ട് എന്ന് പറയുന്നത് 1000 rupees ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 1000 rupees ആണ് നമുക്ക് ഇംപ്രസ്ഡ് എമൗണ്ട് ക്വസ്റ്റ്യനിൽ തന്നത്. അതിനുശേഷം നമുക്ക് കമ്പനിയിൽ ഇപ്പോൾ ചെറിയ ചെറിയ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ചാർജ് കൊടുത്തു, അല്ലെങ്കിൽ സ്റ്റേഷനറി പർച്ചേസ് ചെയ്തു, അതൊക്കെയാണ് നമുക്ക് ചെറിയ വാട്ടർ ചാർജ് കൊടുത്തു, അതൊക്കെയാണ് നമുക്ക് ചെറിയ ചെറിയ എക്സ്പെൻസ് ആയിട്ട് വരാം. അല്ലാണ്ട് നമ്മൾ ഫിക്സഡ് അസറ്റ് വാങ്ങിച്ചതോ അല്ലെങ്കിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്തതോ ഇതൊന്നും നമുക്ക് സ്മോൾ പേയ്മെന്റ്സ് അല്ലാതെ പെറ്റി ക്യാഷിൽ വരൂല. അപ്പൊ നമുക്ക് വരുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വാട്ടർ എക്സ്പെൻസ്, അതുപോലെ തന്നെ ട്രാവലിംഗ് എക്സ്പെൻസ്, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, ഇങ്ങനെയുള്ള എക്സ്പെൻസുകളാണ് നമുക്ക് ഇതിൽ വരിക. അതുപോലെ തന്നെ സ്റ്റേഷനറി വാങ്ങിച്ചു, കൊറിയർ ചാർജ് കൊടുത്തു, ഇതൊക്കെയാണ് നമുക്ക് വരിക. ഇപ്പൊ വാട്ടർ ചാർജ് ഒരു 200 രൂപ, ട്രാവലിംഗ് ഒരു 150 രൂപ, പിന്നെ ഇലക്ട്രിസിറ്റി ചാർജ് ഒരു 400 രൂപ. ഇങ്ങനെയാണ് വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി ഇവിടെ ബാലൻസ് ആയിട്ട് ഒരു എമൗണ്ട് ഉണ്ടാവും. ഇത്രയും ഉള്ളൂ നമുക്ക് പെറ്റി ക്യാഷിൽ ചെയ്യാൻ. അതായത് സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇംപ്രസ്ഡ് എമൗണ്ട് ഉണ്ടായിരിക്കും ബിഗിനിങ്ങിൽ. ഓക്കെ, നമ്മുടെ ബിഗിനിങ് ഓഫ് എ പെർട്ടിക്കുലർ പീരീഡിൽ നമുക്ക് ഒരു എമൗണ്ട് തരും. അതിൽ നിന്നാണ് നമ്മൾ ഈ സ്മോൾ പേയ്മെന്റ്സ് കുറച്ചിട്ട് എടുക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് തിയറിയിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഈ ഒരു 3 പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം.